പാലാ നഗരസഭയിൽ സ്വതന്ത്ര അംഗമായ രാഹുൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി. വിമത കോൺഗ്രസ് കൗൺസിലർമാരും LDF കൗൺസിലർമാരും മായയെ പിന്തുണയ്ക്കും. വിമത കോൺഗ്രസ് കൗൺസിലർമാരുടെ യോഗത്തിലാണ് നിലവിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. അജിത് ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. അജിത്ത്, അപ്പോൾ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി മായ രാഹുൽ തന്നെ, വിവരങ്ങൾ പറയൂ. തീർച്ചയായും അത്തരത്തിൽ പാലയുടെ ചെയർപേഴ്സണാകാൻ മായ രാഹുൽ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇതിൽ രണ്ട് പ്രധാന വിഷയങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് ഈ വിമത കോൺഗ്രസ് കൗൺസിലർമാർക്കെതിരെ കോൺഗ്രസ് സ്വീകരിച്ച അച്ചടക്ക നടപടി, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ ഉൾപ്പെടെ നടപടി സ്വീകരിച്ചതിൽ പ്രാദേശികമായി കോൺഗ്രസിൽ വലിയ എതിർപ്പുകളുണ്ട്. കാരണം അത്തരത്തിൽ ഒരു ജനാധിപത്യപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഈ കൗൺസിലർമാർ ഇത്തരത്തിലൊരു നിലപാടെടുത്തത്. അതുകൊണ്ട് ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അങ്ങനെ ഒരു നടപടി ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നുള്ളതായിരുന്നു നിലപാട്. അതിന് പിന്നാലെ ചേർന്ന ഇത്തരത്തിൽ ഈ വിവിധ കൗൺസിലർമാരുടെ യോഗത്തിലാണ് മായ രാഹുലിനെ മുന്നോട്ട് വെച്ച് ഈ കാര്യത്തിൽ പോകാമെന്നൊരു തീരുമാനത്തിലെത്തുന്നത്. അതിൽ LDF എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് LDF കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണച്ച പശ്ചാത്തലവും പിന്നീടുള്ള നടപടിയും വിവാദങ്ങളും എല്ലാം നമുക്കറിയാവുന്നതാണ്. LDFന് സംഘടനാപരമായി അത്തരത്തിൽ ഒരാളെ പിന്തുണയ്ക്കാൻ കഴിയുമോ, ആ തീരുമാനത്തിലേക്ക് എത്തുമോ എന്നുള്ളതായിരുന്നു പ്രധാന കാര്യം. പക്ഷേ മായ രാഹുൽ വിമതയായി സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്വതന്ത്രയായ ഒരാളെ പിന്തുണയ്ക്കുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളതാണ് LDFന്റെ നിലപാട്. അങ്ങനെയാണെങ്കിൽ പാലാ നഗരസഭയിലേക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ ഇരുന്ന സ്ഥലത്ത് ആ കസേരയിൽ ഇനി മുതൽ മായ രാഹുൽ വരും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഏതാണെങ്കിലും 19-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ സമയം വരെ ഇതിന് മാറ്റമുണ്ടായില്ലെങ്കിൽ, ഇപ്പോഴത്തെ ധാരണകൾക്ക് മാറ്റമുണ്ടായില്ലെങ്കിൽ മായ രാഹുൽ ചെയർപേഴ്സണായിട്ട് തെരഞ്ഞെടുക്കപ്പെടും. ശരി, അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.